നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു SFI ഗവർണർ പോരാട്ടത്തിന് വേദി ഒരുങ്ങുകയാണ്. സർവകലാശാലയിൽ ഇന്ന് SFIയുടെയും അതുപോലെ തന്നെ KSUവിന്റെയും നേതൃത്വത്തിലൊക്കെ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അതായത് ഗവർണറുടെ ഒരു തീരുമാനം അത് വീണ്ടും വിദ്യാർത്ഥി സംഘടനകളെ ഒന്നടങ്കം അസ്വസ്ഥരാക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഗവർണർ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനം, അതായത് ഓഗസ്റ്റ് 14 അതൊരു വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശം അതിപ്പോൾ യുവജന സംഘടനകളെ ഒന്നടങ്കം ഒരു പ്രതിഷേധത്തിന്റെ വക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഓഗസ്റ്റ് 15 മുന്നോടിയായിട്ട് ഓഗസ്റ്റ് 14 അതൊരു വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന ആ ഒരു പ്രഖ്യാപനം അതൊരു സംഘപരിവാർ അജണ്ട എന്ന രീതിയിലുള്ള വിമർശനമാണ് നിലവിൽ ശക്തമാവുന്നത്. ഈ ഒരു വിഷയത്തിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഗവർണറായി ചുമതലയെടുക്കുന്നു. മുഖ്യമന്ത്രിയുമായി നല്ല രീതിയിലുള്ള ബന്ധം, അതായത് പുതിയ ഗവർണറുമായി മുഖ്യമന്ത്രി നല്ല രീതിയിലുള്ള ഒരു ബന്ധം തന്നെ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു. അവർ തമ്മിൽ സൗഹൃദം പുതുക്കുന്നു. ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഗവർണറായ അദ്ദേഹം പിന്നീട് അങ്ങോട്ട് സ്വീകരിച്ച പല നടപടികളും അല്ലെങ്കിൽ അദ്ദേഹം സ്വീകരിച്ച പല നയങ്ങളും അത് വലിയ രീതിയിലുള്ള പ്രതിഷേധം അതിനെതിരെ SFI ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളിലൊക്കെ ഭാരതാംബയുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഭാരതാംബ വിഷയം ഏതാണ്ട് ഒന്ന് കെട്ടടങ്ങിയിട്ടില്ല. അതിനിടയിലാണ് ഈ ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന ഗവർണറുടെ ഒരു സർക്കുലർ വരുന്നതും അത് പുതിയ പ്രതിഷേധങ്ങളിലേക്ക് വഴിവെച്ചിരിക്കുന്നതും. എന്തായാലും അത് നടപ്പിലാക്കില്ല എന്ന് ഉറച്ച് പറയുകയാണ് ഈ SFI അതുപോലെ തന്നെ KSUവും. കഴിഞ്ഞ ദിവസമൊക്കെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടിരുന്നു. അദ്ദേഹവും വളരെ വലിയൊരു വിമർശനവുമായി രംഗത്ത് വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതായത് ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കാൻ വൈസ് ചാൻസലർമാർക്ക് സർക്കുലർ അയച്ച ഗവർണറുടെ നടപടി അത് വലിയ രീതിയിൽ തന്നെ പ്രതിഷേധാർഹമാണ് എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അത്തരമൊരു അജണ്ട നടപ്പാക്കാനുള്ള വേദിയായി സർവകലാശാലകളെ വിട്ടുകൊടുക്കാനാവില്ല എന്ന ഒരു ഉറക്കെ പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ ഭാരതാംബ വിഷയം അതുപോലെ ഈ ഗവർണറും SFIയും തമ്മിൽ ഏറ്റുമുട്ടുന്നു, പ്രതിഷേധം ഉണ്ടാകുന്നു. പക്ഷെ ആ വിഷയങ്ങളൊന്നും മുഖ്യമന്ത്രി പെട്ടെന്നൊരു പ്രതികരണം നടത്തിയിരുന്നില്ല. പക്ഷെ ഈ വിഷയത്തിൽ, അതായത് ഈ ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കാൻ വൈസ് ചാൻസലർമാർക്ക് സർക്കുലർ അയച്ച ഗവർണറുടെ നടപടിക്കെതിരെ മുഖ്യമന്ത്രി വളരെ വേഗത്തിൽ തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. അതിനെതിരെയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അത്തരമൊരു അജണ്ട നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് ഉറക്കെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് അനുസരിച്ച് രാജ്ഭവനിൽ നിന്ന് പദ്ധതികൾ പുറപ്പെടുവിക്കുന്നുവെന്നും ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നും തന്റെ പ്രസ്താവനയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിർണായകമായ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായ ഓഗസ്റ്റ് 15 സാമ്രാജ്യ വിരുദ്ധ പോരാട്ടത്തിന്റെയും അതിനെ നേരിടാൻ ബ്രിട്ടീഷുകാർ അഴിച്ചുവിട്ട കൊടും ക്രൂരതകളുടെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. സ്വാതന്ത്ര്യത്തിന് 78 വയസ്സാകുമ്പോൾ ഓഗസ്റ്റ് 15 പുറമെ മറ്റൊരു ദിനാചരണം വേണമെന്ന ആശയം സംഘപരിവാർ ബുദ്ധി കേന്ദ്രങ്ങളുടേതാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. മാത്രമല്ല, ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ലാതെ ബ്രിട്ടീഷ് രാജിന് പാദസേവ ചെയ്തവർക്കാണ് സ്വാതന്ത്ര്യ ദിനത്തെ താഴ്ത്തിക്കെട്ടുക എന്ന ഉദ്ദേശമുള്ളതെന്ന അതിരൂക്ഷമായ വിമർശനവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് വൈദേശിക ശക്തികൾക്കെതിരെ പോരാടാൻ താല്പര്യം കാട്ടാതെ ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ പടനയിക്കാൻ ഊർജം ചെലവഴിച്ചവരാണ് സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രാധാന്യം കുറയ്ക്കാൻ എന്നവണ്ണം വിഭജന ഭീതിയുടെ ഓർമ്മ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി ഇത്തരത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ ഗവർണറുടെ ഈ പുതിയ തീരുമാനത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യുവജന സംഘടനകൾ, പക്ഷേ SFI അതുപോലെ തന്നെ KSUവും ഒക്കെ ഈ ഒരു തീരുമാനത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും ഇപ്പോൾ ഈ ഒരു സർവകലാശാലയുടെ മുന്നിൽ ഗവർണറുടെ കോലം കത്തിക്കുന്ന തരത്തിലേക്ക് അവർ ആ ഒരു പ്രതിഷേധം എത്തിയിരിക്കുകയാണ്. ഈ ഒരു ദിനം നാളെയാണ് ഓഗസ്റ്റ് 14. അപ്പോൾ നാളത്തെ ആ ദിനം അത് ആചരിക്കാൻ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ. അപ്പോൾ നാളെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ ഒരു സംഘപരിവാർ അജണ്ട നടപ്പിലാക്കില്ല എന്ന് അവർ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല, ഈ ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങൾ തുടക്കം മുതൽ തന്നെ ശക്തമാണ്. ഓരോ തീരുമാനങ്ങളും അല്ലെങ്കിൽ ഓരോ നയങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അത് ശരിവയ്ക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനങ്ങളാണ് ഈ ഒരു ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന വിമർശനം
വിമർശനം ഇപ്പോൾ ശക്തമാവുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അതുപോലെ തന്നെ SFIയും തമ്മിലുണ്ടായ പോരാട്ടങ്ങൾ, എന്തിന്റെ പേരിലായിരുന്നു ആ പോരാട്ടങ്ങൾ? VC നിയമനം, അതുപോലെ തന്നെ ഈ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല, അതിനെതിരെയുള്ള പോരാട്ടം, അതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വരുന്നു. അദ്ദേഹവും ഈ അത്തരത്തിലൊരു നയം തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ തന്നെ എടുക്കുന്നു എന്നത് പ്രത്യേകിച്ച് സർവകലാശാലകളെ സംബന്ധിച്ച് വളരെ ഈ യുവജന സംഘടനകളെ ഒക്കെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. അത് ഈ SFI, അതുപോലെ തന്നെ KSU, അതുപോലെ തന്നെ മറ്റ് AIYF അവരൊക്കെ എതിർത്ത് രംഗത്ത് വരുന്ന അത്തരത്തിലൊരു പോരാട്ട മുഖമാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ ഓഗസ്റ്റ് 14 ഇത്തരത്തിൽ വിഭജന ഭീതി സ്മരണ ദിനമായി ആചരിക്കണമെന്ന സർക്കുലർ കൂടി ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ പ്രത്യക്ഷമായി അതിരൂക്ഷമായി അതിനെ വിമർശിക്കുന്ന തരത്തിലേക്ക് ആ ഒരു കാര്യം എത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ സംഘപരിവാറിന്റെ വിഭജന രാഷ്ട്രീയ അജണ്ടകൾക്ക് അനുസൃതമായ പ്രവർത്തന പദ്ധതികൾ രാജ്ഭവനിൽ നിന്നും പുറപ്പെടുവിക്കുന്ന നിലപാട് അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇനി നാളെ അത് നടപ്പിലാക്കുമോ, അത് നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓഗസ്റ്റ് 14 എന്താണ് സംഭവിക്കുക എന്നത് വലിയൊരു ആശങ്ക, ഈ ഒരു വിഷയത്തിൽ എന്താണ് സംഭവിക്കുക എന്നത് വലിയൊരു ആശങ്കയായിട്ട് മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇടത് വശമെല്ലാം ആവർത്തിച്ച് പറയുന്നുണ്ട്. അതായത് സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാൻ സർവകലാശാലകളെ വിട്ടുകൊടുക്കില്ല, അതിന് ഗവർണറെ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അത് അത്തരത്തിൽ ആ ഒരു പ്രവർത്തനങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി അവർ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയം തന്നെയാണ്. അപ്പോൾ വരും ദിവസങ്ങളിലും ഈ ഒരു വിഷയം ആളിക്കത്തുമോ എന്നതും വലിയൊരു ആശങ്ക. ഇപ്പോൾ ഭാരതാംബ വിവാദമൊക്കെ വലിയ രീതിയിൽ ആളിക്കത്തിയതാണ്. നമുക്കറിയാവുന്നതുപോലെ എത്രയോ ദിനങ്ങളാണ് SFI രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയത്, പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ആ ഒരു ഭാരതാംബയുടെ ഫോട്ടോ വയ്ക്കുന്നു, അതുമാത്രമല്ല ആ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് അത് ഏതാണ്ടൊന്ന് ഗവർണറുമയപ്പെടുന്നു, വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉയരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കെട്ടടങ്ങുന്നതിന് മുന്നെയാണ് പുതിയൊരു വിവാദ ഉത്തരവ് അല്ലെങ്കിൽ പ്രസ്താവനയുമായിട്ട് ഗവർണർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇനി എന്തൊക്കെ രീതിയിലുള്ള പ്രസ്താവന, ഇത്തരത്തിലുള്ള എന്തൊക്കെ രീതിയിലുള്ള പ്രസ്താവനകളും തീരുമാനങ്ങളുമാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക, അത് വലിയൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ സംഘപരിവാർ അജണ്ട എന്ന് നടപ്പിലാക്കാൻ സർവകലാശാലകളിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകളൊക്കെ രംഗത്തുണ്ട്. ഇനി ഓഗസ്റ്റ് 14 ഗവർണറുടെ സർക്കുലർ പ്രകാരം അത്തരത്തിൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. വിഭജന ഭീകരത സ്മരണ ദിനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ സർവകലാശാലകളിലും കോളേജുകളിലും പ്രത്യേക അനുസ്മരണ പരിപാടികൾ, പ്രദർശനങ്ങൾ, നാടക അവതരണങ്ങൾ ഇവ സംഘടിപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് 2021 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത്തരത്തിലൊരു ഈ ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനാചരണമായി ആചരിക്കണം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. ഹിന്ദുത്വ ബ്രിഗേഡിനോട് 100% കൂറു പുലർത്തുന്ന ആർലേക്കർ കേരള ഗവർണറായി സ്ഥാനമേറ്റതിൽ പിന്നെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നടപടികൾ അത്രയും അദ്ദേഹത്തിന്റെ അതൊരു സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനമൊക്കെ, അതായത് ഗവർണർ ഒരു RSS അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനമൊക്കെ ഇതേ തുടർന്ന് വളരെയധികം ശക്തമാകുന്നുണ്ട്. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഓഗസ്റ്റ് 14 സംഘടിപ്പിക്കാൻ അനുവദിക്കുമോ? അപ്പോൾ ഗവർണറുടെ ഈ ഒരു തീരുമാനം, അതായത് ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായിട്ട് ആചരിക്കുക എന്ന തീരുമാനം, അദ്ദേഹം ഗവർണർ എന്നതിലുപരി അദ്ദേഹം സർവകലാശാലകളുടെ ചാൻസലറാണ്. അപ്പോൾ ചാൻസലറിന്റെ ആ ഒരു നിർദ്ദേശം പാലിക്കപ്പെടുമോ? അതൊരു ചോദ്യമാണ്. പാലിക്കപ്പെട്ടില്ലെങ്കിൽ, തടയുമെങ്കിൽ എങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടനകൾ അതിനെ പ്രതിരോധിക്കുക? അതും ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും പുതിയൊരു വിവാദത്തിന് കൂടി തിരികൊളുത്തപ്പെടുകയാണ്. അതായത് പുതിയൊരു പോർമുഖം കൂടി SFI ഗവർണർ പോരാട്ടത്തിന് ഒരു പോർമുഖം കൂടി ഈ ഒരു വിഷയത്തിലൂടെ തുറക്കപ്പെട്ടിരിക്കുകയാണ്.